അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രതികരിച്ചു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഭൂമിക്ക് നിഷിദ്ധമാണ്, ഭൂമി അത് ഭക്ഷിക്കുകയില്ല. തീർച്ചയായും അല്ലാഹു ഹറമ അലൽ അർളി, ഭൂമിക്ക് പടച്ചവൻ ഹറാമാക്കി അജ്സാദൽ അംബിയാഇ, പ്രവാചക ശരീരങ്ങൾ. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ സ്ഫുടം ചെയ്യപ്പെട്ട ശരീരങ്ങളാണ്. ആ ശരീരങ്ങളെ ഒരിക്കലും ഭൂമി ഭക്ഷിക്കുകയില്ല, അത് ഭൂമിക്ക് നിഷിദ്ധമാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി. ആ പ്രവാചക വിശദീകരണം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരിക്കവേ ആ വിശദീകരണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ജീർണിക്കുമെന്നും നശിക്കുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്നും പറഞ്ഞതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് നേട്ടമാണുള്ളത് സുഹൃത്തുക്കളെ? ഞാനിവിടെ തടിച്ചുകൂടിയ മുസ്ലിം സഹോദരങ്ങളോട്, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യുന്നത് അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിലേറെ വലിയ കുറ്റമാണ് എന്ന വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? വെളിയങ്കോട് മൗലവി മരിച്ചു പോയത് ആ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ മരിച്ചു പോയത് ആ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കേരളത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഒരു മുജാഹിദ് സഹോദരൻ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകുന്നത് ഈ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യുന്നത് അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നത് പോലെ, ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത കുറ്റമാണ്, ശിർക്കാണ്, ബഹുദൈവത്വമാണ് എന്ന വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പുരുഷാരത്തിൽ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരിൽ? അങ്ങനെ ഉണ്ടോ ഒരാഗ്രഹം? അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ മുജാഹിദുകളാകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ അവസരമുള്ളൂ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ജീർണിക്കുമെന്നും നശിക്കുമെന്നും ദ്രവിക്കുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട് എന്റെ സദസ്സിൽ, എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നതും മരിച്ചുപോയതും ഈ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ? ആ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ നമുക്ക് ചെന്ന് നോക്കാൻ സാധിക്കുമോ? സന്ദർശിക്കാൻ സാധിക്കുമോ? നമുക്ക് ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ടതില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് മുക്കിത്തരുന്ന ഹൗദുൽ കൗസറാകുന്ന മഹനീയമായ പാനീയം നമുക്ക് വാങ്ങി കുടിക്കേണ്ടതില്ലേ സുഹൃത്തുക്കളെ? അതല്ലേ നാം ആഗ്രഹിക്കുന്നത്, അതല്ലേ നാം കാക്ഷിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ നാം പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ നാം ജീവിക്കുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം ദ്രവിക്കുമെന്നും നശിക്കുമെന്നും ജീർണിക്കുമെന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് അവിടുത്തെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് സന്ദർശിക്കുന്നത് അമ്പലത്തിൽ പോകുന്നത് ഏറെ കടുത്ത കുറ്റമാണെന്നും ശിർക്കാണെന്നും വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ? ആലോചിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ? അപ്പോൾ അല്ലാഹുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ നമ്പർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്തുണയും അംഗീകാരവും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കും ഉണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അംഗീകാരവും പിന്തുണയും നമ്മുടെ കർമ്മങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ലഭ്യമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് രൂപത്തിൽ വിശ്വസിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞുവോ ആ രൂപത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിനെ വിശ്വസിച്ചത്? ആ കാര്യം ഞാൻ വിശദീകരിച്ചു. എന്നാൽ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സഹോദരങ്ങളെ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടതാണ്. ചൊവ്വായ മാർഗം, ഋജുവായ മാർഗം, ഒരു ദിവസം കുറഞ്ഞത് 17 തവണ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം,
ആ മാർഗത്തെ തിരിച്ചറിയാൻ മറ്റൊരടയാളം കൂടിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒന്ന്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഒന്നാം നമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ഞാൻ അത് മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് സമയം പരിമിതമാണ്. രണ്ടാമത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അല്ലാഹുവേ, നിന്റെ ക്രോധത്തിന് വിധേയരായിട്ടില്ലാത്ത, നിന്റെ വെറുപ്പിന് വിധേയരായിട്ടില്ലാത്ത ആളുകളാണ്, നിന്റെ തൃപ്തി മാത്രം ലഭിച്ച ആളുകൾ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രം പാത്രീഭൂതരായ. അവര് ജീവിക്കുന്ന മാർഗത്തിൽ ഞങ്ങളെയും നീ വഴി നടത്തേണമേ. അള്ളാഹുവാൽ തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം വിധേയരായ ആളുകൾ, അവര് ജീവിക്കുന്ന മാർഗത്തിൽ ഞങ്ങളെയും നീ വഴി നടത്തേണമേ. ഇതാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലഭിച്ചവർ, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ലഭിച്ചവരാരാ? അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അവര് പോകുന്ന വഴിയിൽ പോയാൽ മതി, അവര് സഞ്ചരിക്കുന്ന മാർഗത്തിൽ നാം സഞ്ചരിച്ചാൽ മതി. ആരാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം വിധേയരായിട്ടുള്ള ആളുകൾ? അത് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ. അതൊരു പ്രതിസന്ധിയാണ്. ഇന്ന് നമുക്ക് മുസ്ലിം ആകാൻ പ്രയാസമില്ല. ഇന്ന് നമുക്ക് തൗഹീദ് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം അന്ന് ഇസ്ലാം സ്വീകരിച്ചാൽ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു, കൊല്ലപ്പെടുമായിരുന്നു. ആക്രമണങ്ങളും പീഡനങ്ങളും ഒട്ടു വളരെയായിരുന്നു. അങ്ങനെ പ്രതിസന്ധി പൂർണ്ണമായ ഒരു കാലഘട്ടത്തിൽ എനിക്കത് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ധീരന്മാർ, അവരെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, വസ്സാബിഖൂനൽ അവ്വലൂന. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട്, അത് സധൈര്യം നേരിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളവർ ആരാണവർ? മിനൽ മുഹാജിരീന വൽ അൻസാർ. മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ മുഹാജിറുകൾ, മദീനയിലേക്ക് വന്ന മുഹാജിറുകളെ നല്ലതുപോലെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിട്ടുള്ള മദീനാവാസികൾ അൻസാർ. ഈ രണ്ട് വിഭാഗവും അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, റളിയല്ലാഹു അൻഹും, അവരെ പടച്ചവൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിനെ പടച്ചവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു, അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൻഹു, അല്ലാഹുവിനെയും. ഓ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, എന്തിന്റെ പേരിലായിരിക്കും സ്വഹാബത്തിനെ പടച്ചവൻ പൊരുത്തപ്പെട്ടിരിക്കുക? എന്ത് കാരണത്താലായിരിക്കും സ്വഹാബത്തിനെ പടച്ചവൻ ഇഷ്ടപ്പെട്ടിരിക്കുക? അവരുടെ ഭംഗി കണ്ടിട്ടായിരിക്കും? സാധ്യതയില്ല. ഭംഗിയില്ലാത്തവർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ സ്വഹാബത്തിൽ ഉണ്ടായിരുന്നില്ലേ? അവരുടെ ആരോഗ്യം കണ്ടിട്ടായിരിക്കുമോ? യാതൊരു സാധ്യതയുമില്ല. ദുർബലന്മാരിൽ ദുർബലന്മാരായവർ സ്വഹാബത്തിലില്ലേ? അവരുടെ പണം കണ്ടിട്ടായിരിക്കുമോ? ഇല്ലല്ലോ. പണം റൊട്ടിക്ക് വകയില്ലാത്തവരില്ലേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ? പിന്നെ എന്തിന്റെ പേരിലാണ് സ്വഹാബത്തിനെ പടച്ചവൻ പൊരുത്തപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്. സ്വഹാബത്തിന്റെ വിശ്വാസം അള്ളാഹുവിന് സ്വീകാര്യമായിരുന്നു.